ടോവി സിനിമയിൽ ഇറങ്ങിയ ശേഷം സിനിമയുടെ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ടോവിയെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പേഴ്സണൽ പൊളിറ്റിക്സിനകത്തുണ്ടായിരുന്നു. സമ്മതിച്ചിട്ടില്ല ഞാൻ. ഈ സിനിമയിലേക്ക് ടോവി വരാൻ കാരണം എൻ്റെ കഥാപാത്രമായിരുന്നോ, എൻ്റെ പൊളിറ്റിക്സ് ആയിരുന്നോ, അല്ല വേറെ എന്തെങ്കിലും ആയിരുന്നു? പറയപ്പെടേണ്ട സിനിമയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് ഇപ്പോഴാണോ പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഈ സിനിമ അത്തരത്തിലൊരു ചൂണ്ടിക്കാണിക്കൽ സിനിമയല്ല, പക്ഷെ ഓർമ്മപ്പെടുത്തലാണ് സിനിമ. ഇത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് തന്നെ ബാധിക്കുമോ എന്ന് എപ്പോഴെങ്കിലും ഒരു റീതിങ്കിങ് വരാറില്ല? അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള നേരത്തെ പറഞ്ഞല്ലോ. ഇത് ആരെ സംവിധാനം ചെയ്തത്? അനുരാജ് എന്ന് പറഞ്ഞാൽ മറ്റേ തെറ്റിപ്പോണ അനുരാജാണോ എന്ന് ഞാൻ പല സെറ്റിന്നും പുള്ളി ഉടക്കി പോണ അനുരാജാണോ? ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് സിനിമ പറയുമ്പോൾ ഇവരെയൊക്കെ ആരെങ്കിലും ഹേർട്ട് ചെയ്യോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? സ്നേഹമുണ്ട്. എങ്ങനെ കാണിക്കും? അല്ല, അതുകൊണ്ട് ഞാൻ കുറെ നാളായിട്ട് പീരിയഡ് പടങ്ങളാണ് ചെയ്തത്. പഴയ കാര്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കണം മനുഷ്യ, അതുകൊണ്ട് വിളിച്ച് അവർ കരയുന്ന വീട് എന്റെ കയ്യിലുണ്ട്. ഞാൻ ടോവിക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ മിസ്റ്റേക്ക് ഉണ്ടോ, മണപ്പിച്ചു. ഇല്ല, ഓക്കെ. വളരെ സന്തോഷം. സന്തോഷം. ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ പരിചയക്കാരെ കാണുന്നുള്ള സന്തോഷമുണ്ടല്ലോ. അനുരാജായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ദോശിനോ കണ്ട പരിചയമുള്ളൂ. ടോവി സിനിമയിൽ ഇറങ്ങിയ ശേഷം സിനിമയുടെ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പൂർണ്ണമായിട്ട് മനസ്സിലാക്കരുത് സിനിമയുടെ ഡൈനാമിക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അമലേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ അമലേട്ടനും സമീർക്കും തമ്മിലുണ്ടായുള്ള കോൺവെർസേഷനിൽ പറഞ്ഞിട്ട് സാധനം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. നമ്മളുടെ വിവരക്കേട് ആണ് നമ്മളെ കൊണ്ട് നമ്മുടെ തുടക്കകാലത്തൊക്കെ ഭയങ്കര റിസ്കുകൾ എടുക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കിയിരുന്നു. നമ്മൾ വിവരക്കേടാണ്. അത് നല്ലതാ, കുറച്ച് വിവരക്കേട് നല്ലതാ. ശരി. സിനിമയുടെ ഫോർമുലയും ഡൈനാമിക്സും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതുപോലത്തെ സിനിമകൾ എടുക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് ഒരു ടെംപ്ലേറ്റ് സിനിമയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അത്രയും അറിവ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും യുണീക്കായിട്ടുള്ള കോൺസെപ്റ്റുകളുടെ ഭാഗമാവാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത് സിനിമയുടെ കാര്യത്തിൽ നോക്കുമ്പോഴും. അതിപ്പോൾ ഞാൻ മൊത്തം സിനിമയുടെ ഡൈനാമിക്സ് മനസ്സിലാക്കി, ഇതിൻ്റെ ബിസിനസ് മനസ്സിലാക്കി, ഇതിൻ്റെ ഇന്ന പോയിന്റിൽ ഇന്ന ആൾക്കാർ കൈയടിക്കും, ഇവിടെ ചിരിക്കും, അങ്ങനെ ഇത് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എടുത്തു വയ്ക്കുന്ന സിനിമ ഒരു ഫോർമുലകളെല്ലാം കറക്റ്റായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് സിനിമയാവില്ലേ. ടോവിയെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ടോവിക്ക് ഇതിനെക്കാളും ബെറ്റർ ഓപ്ഷൻസ്, കഥകൾ, ലാർജർ സ്കെയിൽ സിനിമകൾ. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമയും കൂടി വേണമല്ലോ നമുക്ക്. കോഴ്സ് ഉണ്ടല്ലോ സിനിമയ്ക്ക്. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ സിനിമകളിൽ കരിയറിൽ ഉണ്ടാവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യൂല ഞാൻ എന്താ അടുത്ത് സ്ക്രീനിങ് ചെയ്യാൻ പോകണമെന്ന് ആൾക്കാർ മനസ്സിലാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കും ബോറാണ്, അവർക്കും ബോറാണ്. ശരിയാണ്. അത് അല്ലാത്തൊരു സാധനം ചെയ്യാൻ പറ്റുമ്പോഴല്ലേ ആൾക്കാർക്കും ഒരു കൗതുകം, എനിക്കും ഒരു കൗതുകവും, എനിക്കും അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ആവണം. അനുരാജ്, ഒരു ജസ്റ്റ് ഒന്ന് പാളിപ്പോയത് ഒരു പ്രൊപ്പഗാൻഡ സിനിമയായി മാറും. പക്ഷെ അതിൽ എങ്ങനെയാണ് സംവിധായകൻ സ്വയം ഒരു കൺവിൻസ് ചെയ്യാൻ നോക്കിയത് ഈ സ്ക്രിപ്റ്റ് വർക്കാവും? അല്ല, ഇപ്പം ബേസിക്കലി അനീഷേട്ടൻ പറയുന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണകളുള്ള ആൾക്കാരാണ് എല്ലാവരും. ഒന്നത് കലയായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ പൊളിറ്റിക്സിനകത്തുണ്ടായിരുന്നു. സിനിമയ്ക്കകത്ത് ഞാൻ കുത്തിക്കയറാൻ നോക്കി. സമ്മതിച്ചിട്ടില്ല ഞാൻ. അതായത് നമ്മളിത് പറയുന്നുണ്ടല്ലോ, നമ്മൾക്കിപ്പം ഈ സമയം നമുക്കൊരു കാൽനട പ്രചരണ ജാഥയിൽ പോകുന്ന സുഖം എന്തായാലും സിനിമയ്ക്കകത്ത് പ്രൊപ്പഗാൻഡ കൊണ്ടുവന്നാൽ കിട്ടില്ല. നമുക്കൊരു 4 കിലോമീറ്റർ കൊടിയും തൂക്കി പോകുന്നതിന്റെ സുഖം കിട്ടില്ല. അത് ഞാൻ അത് എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ സിനിമയിൽ ഇത് കുത്തിക്കയറ്റിയിട്ട് ഒരു പ്രൊഡ്യൂസറിനെ ഇവിടെ കൊണ്ടുവന്ന പ്രൊഡ്യൂസറിന്റെ കാശ് നഷ്ടപ്പെടുത്തിയിട്ട് ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ അത്രത്തും ഗ്രൗണ്ട് പൊളിറ്റിക്സ് വന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാനുള്ളതിന്റെ സിനിമ ഫിക്ഷൻ വേർഷനാണ് നമ്മൾ പിച്ച് ചെയ്യുക. അതിനപ്പുറത്ത് നമ്മൾ തമ്മിൽ ഇന്റേണൽ ചർച്ചകൾ നമ്മളിപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ട ചില സംഭവങ്ങൾ സിനിമയ്ക്കും അകത്തുണ്ടാവും. ഇത് ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. അത്തരത്തിലുള്ള സിനിമകളുണ്ടാവും. പക്ഷെ ഈ സിനിമ അത്തരത്തിലൊരു ചൂണ്ടിക്കാണിക്കൽ സിനിമയല്ല, പക്ഷെ ഓർമ്മപ്പെടുത്തലാണ് സിനിമ. ചില സംഭവങ്ങളെ, ചില ഭൂസമരങ്ങളെ. ഇപ്പം മുത്തങ്ങ തന്നെ എടുക്കൂ. മുത്തങ്ങ നമ്മൾ സൗകര്യപൂർവ്വം മറന്നൊരു സമരമായിരുന്നു. ഇപ്പോൾ CK ജാനു, ഗീതാനന്ദ മാഷൊക്കെ വന്നിട്ട് പല പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിക്കുകയാണ്. അന്ന് ഉണ്ടായിരുന്ന പഴയ കാലത്തെക്കുറിച്ച് ഓർക്കാണ്, റൈറ്റപ്സ് വരികയാണ്. നമ്മൾ സിനിമ വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ അത്തരത്തിൽ മനസ്സിലാക്കുന്നത്. ബാക്കി ഇനിയിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ചർച്ച ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ സ്പേസിൽ നിൽക്കുന്ന രാഷ്ട്രീയ ധാരണകൾ വെച്ചും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതിന് അത്തരത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പം ഈ സിനിമയായിട്ടുള്ള വിമർശനത്തെ പോലും നമ്മൾ അത്തരത്തിലാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒരു ഡോക്യുമെന്ററി സിനിമയല്ല ഇത്. ഇതൊരു ഫിക്ഷനാണ്. വർഗീസിന്റെ കാഴ്ചപ്പാടിൽ, വർഗീസ് ഫിക്ഷൻ കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്ന സിനിമയാണ്. അപ്പം വിമർശന ശബ്ദങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആയിക്കൂടെ, കുറച്ചും കൂടി രാഷ്ട്രീയം ഡയറക്റ്റായിട്ട് ഇൻകോർപ്പറേറ്റ്, അത് നമ്മുടെ ജോലിയല്ല.
അല്ല അത് നമ്മൾ എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് പ്രതീക്ഷിക്കുന്ന സിനിമ കാണാൻ വേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഡിസപ്പോയിന്റ്മെന്റുകളാണ്. നമ്മൾ ചെയ്ത സിനിമ കാണാൻ വരുമ്പോൾ അങ്ങനത്തെ ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നില്ല, ഇതെങ്ങനെയുണ്ടെന്നുള്ളത് മാത്രമേ നമുക്ക് അത് കൊള്ളാൻ കൊള്ളില്ലേ രണ്ടഭിപ്രായത്തിനാണ് അവിടെ പോസിബിലിറ്റി ഉള്ളൂ നമ്മൾ അങ്ങനെ സിനിമ കാണാനായിട്ട് സമയത്ത്. അതിൻ്റെ ഇതിന്റെ മുമ്പത്തെ സിനിമയ്ക്ക് ശേഷമുള്ള ഒരു സ്ട്രഗിൾ കാലാവധി എനിക്ക് കുറച്ച് അറിയാം. 6 വർഷം ഒരു സ്ട്രഗിളിന്റെ കാലാവധിയും ഒരു കാലയളവും ഇടയ്ക്ക് ശ്യാമിലി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഈ സ്ട്രഗിൾ എല്ലാം റെഡിയായി എന്നൊരു തോന്നലായിരുന്നു? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തതിനെ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം മേക്കറായിട്ട് ഞാൻ എപ്പോഴും ടെൻഷനാണ് എനിക്ക്. അത് ശരി. ഇപ്പം ഒന്നിൽ ടൊവിയെ വിളിക്കുക, അല്ലെങ്കിൽ ടൊവിയായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിളിനെ വിളിക്കും, എന്തായി കളക്ഷൻ, എന്തായി ഇങ്ങനെ പരിപാടി എങ്ങനെയായി. അത്തരത്തിൽ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾക്കുള്ളിൽ ഓടുന്നതുകൊണ്ടായിരിക്കും. ഇപ്പം ടൊവി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബുദ്ധിയില്ലായ്മയാണ് നമ്മൾ നയിക്കുന്നത്. നമ്മളെ ഉള്ളിൽക്കകത്ത് അത്യാഗ്രഹമുണ്ട്, ഇതിനെക്കാട്ടും ബെറ്റർ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള ആ അത്യാഗ്രഹമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ ആയിട്ട്. ഈ സിനിമയിലേക്ക് ടോവി വരാൻ കാരണം എൻ്റെ കഥാപാത്രമായിരുന്നോ, എൻ്റെ പൊളിറ്റിക്സ് ആയിരുന്നോ, അല്ല വേറെ എന്തെങ്കിലും ആയിരുന്നു? കഥയും ഡയറക്ടർ, അതെ കഥ തീർച്ചയായിട്ടും അല്ല ശരിക്കും ഞാനത് അല്ലെങ്കിലും ഞാൻ പറയുന്ന ഒരു സിനിമ ഞാനതിനെ ആ സിനിമയുടെ ഭാഗമാവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട കഥ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ആരൊക്കെ, ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അനുരാജ് ഈ കഥ പറയുന്ന സമയത്ത് എൻ്റെ കഥാപാത്രം എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അതിനകത്ത് കൺവിൻസ്ഡ് ആവുന്നത്. ഇതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയുടെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ ഈ ഡൈനാമിക്സ് നമുക്ക് പൂർണ്ണമായിട്ട് അറിയേയില്ല. എനിക്കൊന്നും ആർക്കും അറിയില്ല, നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പല സമയത്തും ഞാനും അനുരാജും തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ ഇപ്പോഴത്തെ പ്രസക്തി എന്തായിരിക്കും, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കഥപ്പടമാണ്, അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഗിമ്മിക്കുകളും അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് പറയപ്പെടേണ്ട സിനിമയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് ഇപ്പോഴാണോ പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അത് ഞാനും എൻ്റെ സംശയം പങ്കുവച്ചിരുന്നു. അപ്പം അന്ന് അനുരാജ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പഴയ IB ശശി, ടി ദാമോദരൻ സിനിമകളുടെ പോലത്തെ. അപ്പം എനിക്കും അപ്പോഴാണ് ഇതിൻ്റെ ഒരു എങ്ങനെ ഏത് സ്കെയിലാണ്, ഇത് പല സ്കെയിലിൽ എടുക്കാൻ വലിയ സിനിമ, ഇത്രയും ഒന്നും കമേഴ്ഷ്യൽ സ്വഭാവമില്ലാതെ ഭയങ്കര കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട്, കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ ഷോട്ടുകളുടെയും എഡിറ്റിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമുക്കിതൊരു ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ഓടിക്കാനാണ്. അപ്പോൾ കുറച്ചും കൂടെ പൊളിറ്റിക്സ് ഡയറക്റ്റായിട്ട് പറയേണ്ടി വരും. ടോവി ഒരു നടൻ മുതൽ ഒരു നടനായ സമയം തൊട്ട് ഇപ്പോൾ ഒരു സൂപ്പർ താരം എന്നാൽ ആ പേര് ഞാൻ ചെയ്യുന്നില്ല, ഈ ഒരു സ്റ്റേജിലുള്ള നടൻ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ടോവിയുടെ ഒരു ഗ്രോത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് തന്നെ ബാധിക്കുമോ എന്ന് എപ്പോഴെങ്കിലും ഒരു റീതിങ്കിങ് വരാറില്ല? അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള നേരത്തെ പറഞ്ഞാൽ അതായത് ഇത് ഓരോ തോന്നലുകളാണല്ലോ. ഒരു കഥ കേൾക്കുന്ന സമയത്ത് ഇത് ചെയ്യണം എന്ന് തോന്നുന്നു, ആ കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നു. ചിലപ്പോൾ മറ്റു പലതും കേൾക്കുന്ന സമയത്ത് ആ തോന്നൽ ഉണ്ടാവുന്നില്ല, ചെയ്യണം, ഈ കഥാപാത്രം ചെയ്യണം, ഈ സിനിമയുടെ ഭാഗമാണെന്നുള്ള തോന്നലുകൾ ഉണ്ടാവാത്തപ്പോഴാണ് നമ്മൾ ആ സിനിമകളൊന്നും ചെയ്യാതെ നമ്മൾ അവരുടെ അടുത്ത് നോ പറയുന്നത്. ഇത് നമുക്ക് ആ തോന്നൽ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്താ അതിനെ ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പ്ലാൻ ഇടുകയോ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻസ് ഉള്ള ആളല്ല. സിനിമ ചൂസ് ചെയ്ത ശേഷമാണ് പ്ലാൻ ഉണ്ടാകുന്നത്. ഈ സിനിമയ്ക്കായാലും ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിനുശേഷം അവൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചില പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ നമ്മളെയും കൂടി പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള തോട്ട് പ്രൊവോക്കിങ് ആയിട്ടുള്ള പരിപാടികൾ അത് നടക്കാൻ സാധ്യതയുള്ള പ്ലാനാണ്. അതിന് മുമ്പ് ഇന്ന പോലത്തെ ഒരു സിനിമ ചെയ്തിട്ട് ഇന്ന പോലത്തെ ഒരു അത് നടക്കാൻ സാധ്യതയില്ലാത്തൊരു പ്ലാനാണ്. അങ്ങനത്തെ പ്ലാനുകളിട്ട് ഞാൻ സമയം കളയാറില്ല. പക്ഷെ പണ്ട് കാലത്ത് തുടങ്ങിയ കാലത്ത് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാവും, ഇത് ചെയ്യണം അത് ചെയ്യണം. ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ല. നിങ്ങൾ എന്റെ കരിയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അങ്ങനത്തെ ഒരു പ്ലാനുള്ള ആളായിട്ടല്ല ഞാനെന്ന് വെച്ചാൽ ഈ ഗോ വിത്ത് ദ ഫ്ലോ അത് വലിയ തരക്കേടില്ലാത്തൊരു സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ട്രാറ്റജിയും ഇല്ലാത്തത് നല്ലൊരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു. നമ്മൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് കഴിയുമ്പോൾ ആ ഡിസ്കഷനിൽ വന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇനി നമുക്കൊരു ഭയങ്കര മാസ് കൊമേഴ്ഷ്യൽ സിനിമ ആയിരിക്കും. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 കൊല്ലം കഴിയും. അപ്പം നല്ല അടിപൊളി വൈബ് കോമഡി പടം ഓടുന്ന ട്രെൻഡായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് അതുകൊണ്ട് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ ചാലഞ്ച് അല്ലേ. ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളും ഞാൻ അങ്ങനെ അധികം പ്രീ പ്ലാൻ ചെയ്യാറില്ല. അങ്ങനെ പ്ലാനുകളൊക്കെ ബാക്കിയുള്ളവർ ഇട്ടോട്ടെ. എനിക്ക് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കമ്മിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു ഉറപ്പായി കഴിഞ്ഞാൽ അതിൽ വെച്ചപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യാം.
അല്ലാതെ ഇങ്ങനെ ഒരെണ്ണം വന്നാൽ അങ്ങനെ ഒരെണ്ണം ചെയ്താൽ എന്നുള്ള അങ്ങനത്തെ പ്ലാനിങ്ങുകളൊന്നും ഇല്ല എനിക്ക്. പിന്നെ അങ്ങനെയൊക്കെ ബാധിക്കും എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യാധാരണയല്ലേ. ഒരു കഥാപാത്രം ചെയ്തതിൻ്റെ പേരിൽ ഒരു നടനെ ബാധിക്കുകയോ ബാധിക്കാതിരിക്കുകയോ എല്ലാം നമ്മൾ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ആകത്തുകയല്ലേ നമ്മളുടെ കരിയർ എന്ന് പറയുന്നത്. ഈ സിനിമയിലൊരു പ്രധാന ആൻറ്റഗോണിസ്റ്റ് വ്യക്തികളല്ല, ഒരു ഭരണകൂടമായിരിക്കാം, ഒരു ഭരണ സംവിധാനമായിരിക്കാം. ഇപ്പോൾ മുത്തങ്ങ പോലെ തന്നെ ഇപ്പോൾ മാവോയിസ്റ്റ് അക്രമം, അടിച്ചമർത്തൽ എല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഞാൻ മണിരത്നം സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വലിയൊരു ക്യാൻവസിൽ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ മാത്രമായാൽ പോരാ, ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ കൂടെ ആവണം. ഇത് മാനേജ് ചെയ്യാനാണ് പാടുന്നത്. ഇത് എത്രമാത്രം എളുപ്പമല്ല, എത്രമാത്രം പാടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്തൊരു ടൈം സ്പേസ് ഉണ്ട്. അതിലിപ്പം മേജർ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം, പുതിയ ന്യൂ കമേഴ്സിനോട് വർക്ക് ചെയ്യണം. അപ്പം ഈ ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്യുന്ന വലിയ തരത്തിൽ ഇപ്പോൾ ലിജോയുടെ ആമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. 7th ഡേ എന്നുള്ള പടം, അത് അത്യാവശ്യം വലിയ സ്കെയിലിൽ വന്നത്. അങ്ങനെ കുട്ടനാടൻ മാർപ്പാപ്പ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പടങ്ങൾ. അപ്പോൾ ഇത്തരം സിനിമകളിൽ നമ്മൾ ഈ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 1000 പേര് രാവിലെ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് എന്നെ ത്രില്ല് ചെയ്യിപ്പിക്കുക. എനിക്ക് ഈ 1000 പേരെയും നമ്മൾ എങ്ങനെ ക്യാൻവാസിൽ കൊണ്ടുവരും എന്നുള്ളത്. ചില ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ 1000 പേരൊക്കെ 4-5 ബസ്സിൽ വന്ന് പിന്നെ അവർ പേടിയാവും. കാരണം ഇപ്പോൾ ആൾക്കാർ എല്ലാ ഫ്രെയിമും സൂക്ഷ്മമായി നോക്കുന്നതാണ്. ഇപ്പോൾ ഒരുത്തൻ അപ്പുറത്ത് താഴെ അങ്ങോട്ട് നോക്കി നിന്നാൽ അത് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ സംവിധായകൻ ഇതെങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്. അല്ല, സംവിധായകന്റെ മാനേജ്മെന്റ് സ്കില്ല് കാര്യം എന്താ വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആ സിനിമയിലുള്ള ആക്ടേഴ്സും മറ്റു ടെക്നീഷ്യൻസും എല്ലാം അനുരാജിന്റെ അടുത്തേക്കാണ് ഒരു പ്രശ്നം വന്നാൽ പറയാം, അനുരാജ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്ത് ചെയ്യും, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണ്. ചില സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടാവും, കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞു നിൽക്കേണ്ടി വരും. പക്ഷെ ഇതിനകത്ത് ആ മാനേജ്മെന്റ് പാർട്ടും കൂടെ അനുരാജ് ഗംഭീരമായിട്ട് പിടിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി ആസ് എ ഫ്രണ്ട്, ആസ് എ പുള്ളിയുടെ സിനിമയിലെ നായകൻ എന്നുള്ളതിലേക്ക് ഞാൻ പുറത്തുനിന്ന്, നായകൻ എന്നല്ല ലീഡ് റോൾ ചെയ്ത് ലൊക്കേഷനിൽ കുറെ ദിവസം ഉണ്ടായിരുന്ന ആൾ എന്നുള്ളതിലേക്ക് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറയുമ്പോഴേ, കാരണം ഈ സിനിമയിൽ അങ്ങനെ നായക അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അനുരാജിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹരീഷ് കണാരൻ പുള്ളി എന്നെ വിളിച്ചിട്ട് പടം കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് ആരെ സംവിധാനം ചെയ്തത് അനുരാജ് എന്ന് പറഞ്ഞാൽ മറ്റേ ആ തെറ്റിപ്പോണ അനുരാജാണോ എന്ന്. ഞാൻ പല സെറ്റിൽ നിന്നും പുള്ളി അനുരാജ് ഉടക്കി പോണ അനുരാജാണോ. അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ പുള്ളിയുടെ ഏതോ 1-2 പടത്തിൽ ഇതുപോലെ പുള്ളി ഭാഗമായിട്ടുള്ള അത് എന്റേതായ റീസൺസ് ഉണ്ട്. ശരിക്കും നമ്മൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും വേണം. ഞാൻ ചില മോശം കാര്യമായിരിക്കും, ഞാൻ നല്ല പൊട്ടത്തരായിരിക്കും ഞാൻ പറയണ്ടല്ലോ. അത് കേൾക്കാൻ പോലും ടോളറൻസ് ഇല്ലാത്ത ഒരാളുടെ കൂടെ പിന്നെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ അനുരാജ് ഇവിടെ തെറ്റിപ്പോയില്ല. അപ്പൊ ഇവിടെ നിന്ന് ആരും തെറ്റിപ്പോയില്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ സിനിമയുടെ റിലീസ് കഴിഞ്ഞ് ഇപ്പോഴും നമ്മളെല്ലാവരും ഒരേ ടീമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തുടക്കം മുതൽ ഇപ്പൊ വരെയും ഒരേ ടീമായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആർക്കും നമ്മളൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് അപ്പം തന്നെ സോൾവ് ചെയ്യപ്പെടണം. ഏതെങ്കിലും ഒരു ഫൈനലി ഇപ്പം നമ്മൾ കറന്റ് എല്ലാവരും സെയിം പേജിലാണ്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ സിനിമ ചെയ്യാൻ സാധിച്ചു, ആ സിനിമ അതുപോലെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അനുരാജ് എടുത്തേക്കുന്ന പണി എന്ന് പറയുന്നത് ചില്ലറയല്ല. തെറ്റിപ്പോണ അനുരാജ് ആരെയും തെറ്റിപ്പോവാൻ സാധിക്കാതെ ഈ ഫെഫ്കയിലൊക്കെ സ്ഥിരം കംപ്ലൈന്റ് ആയിരുന്നു. അങ്ങനെ സൊല്യൂഷൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് അനുകൂലമുള്ള സാധനങ്ങൾ സംഭവിച്ചു. ഒരു പടങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലത്തെ എന്നുവെച്ചാൽ അത് നമ്മൾ ഈ പൊട്ടത്തരം കൊണ്ടാണ്. നമുക്കുള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് ശരിയല്ല കാണിക്കുമ്പോൾ അപ്പൊ അതിന്റെ ഭാഗം. പിന്നെ ഈ സിനിമയിൽ ശരിക്കും ഞാനൊരു 16 പടം വർക്ക് ചെയ്യുന്നു, തെറ്റിപ്പോയത് അടക്കം. ഇഷ്കു കൂട്ടാതെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട്, ഇത്രയും ഹാപ്പി ആയിട്ട്, ഇത്രയും സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്ത് മറ്റൊരു സിനിമയില്ല എന്നെ സംബന്ധിച്ചിട്ട്. അത് എനിക്കും വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാട്ടോ. അതായത് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ഷൂട്ട്. ഞാൻ ഇടയ്ക്ക് മറ്റേ കഥ ഇറക്കിയായിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് വന്നിട്ട് പ്രഷർ ലോ ആയി അനുരാജിന്റെ. സാധാരണ തിളച്ചതൊക്കെ ആയിരിക്കുമല്ലോ, പ്രഷർ ആയിരിക്കുമല്ലോ എപ്പോഴും. അത് ഈ 1000 പേരൊക്കെ വരുന്ന ദിവസമൊക്കെ ഒരു ഡയറക്ടറിന്റെ പ്രഷറൊക്കെ വേണമെങ്കിൽ ഹൈ ആവാം. പക്ഷെ അവിടെയും പ്രഷർ ഹൈ ആവാതെ അത് കീപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ അതാണ് സ്കില്ല്. അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഞാനതിന് സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ക്രൗഡ് വരുന്ന സീനുകളിൽ നമുക്ക് മാസ്റ്റർ ഷോട്ട് ഇവിടെ തുടങ്ങാം. ഈ ലൊക്കേഷൻ ഞാൻ ശരിക്കും എനിക്ക് അതിനൊരു ആനുകൂല്യം ടിപ്പ് പ്രൊഡ്യൂസർ ഷിയാസ്ഖാനും സമ്മതിച്ചേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു 3 മാസം മുൻപേ എനിക്ക് ഈ ലൊക്കേഷൻ
കിട്ടി. ഇതിൻ്റെ മേജർ ഒരു 7-8 ലൊക്കേഷൻസ് ഉണ്ട്. അത് പോയി കണ്ട് നമ്മൾ പാലക്കാട് പോയി, പിന്നെ കണ്ണൂർ ആർല ഫാമിൽ പോയി, പിന്നെ വയനാട്ടിൽ തന്നെ 1-2 ഓപ്ഷൻസിൽ പോയി. പക്ഷേ വീനാച്ചി എസ്റ്റേറ്റ് എന്നുള്ള കാട് അത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കയ്യിലുള്ള, അതിൻ്റെ പെർമിഷൻ കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ ആദ്യം പോയപ്പോൾ കിട്ടിയില്ല. എനിക്കാണ് ആ സ്ഥലത്തോട് പ്രണയമായിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ സ്ഥലത്ത് എന്നെ പറഞ്ഞു കൊടുക്കുന്നു, അതൊന്നും എനിക്ക് സെറ്റാവുന്നു, തിരിച്ചു വരുന്നു. ഈ സ്ഥലം കിട്ടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ടീമായിട്ട് നമ്മളോട് വർക്ക് ചെയ്തു. അപ്പം 1000 പേര് വന്നു കഴിഞ്ഞാൽ ഈക്വലി നമുക്ക് എവിടെയൊക്കെ ഇതിൻ്റെ ഷോർട്ട് പോസിബിലിറ്റീസ് ഉണ്ട് എന്നതൊരു മാർക്കിംഗ് നമ്മൾ അസോസിയേറ്റും അസിസ്റ്റൻസും എല്ലാവരും കൂടി ചേർന്നിരുന്ന് നമ്മൾ പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു ടീം, ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ലൊക്കേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ടീമിനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാരലലി സെക്കൻഡ് ഓപ്ഷൻ സെറ്റപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഈ ബസ്സിൻ്റെ ഈ സൈഡിൽ ഒരു ട്രാക്ക് ഇട്ട് വെക്കുന്നുണ്ട്, ഒരു ഫോട്ടോയിൽ എനിക്ക് മാർക്ക് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. ശരി. അപ്പോൾ അതൊക്കെ ചേർത്തുള്ള ടീം വർക്കിൻ്റെ മാനേജ്മെൻ്റ് ആണ് അവിടെ നടന്നത്. അല്ലാണ്ട് ഇൻഡിവിജ്വൽ ഗെയിം എന്നുള്ള നിലക്കതിനെ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഒരുപാട് തലങ്ങളുള്ള ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ടോബി. ഒരു പൊളിറ്റിക്കൽ ബേസുള്ളൊരു സിനിമ പറയുമ്പോൾ ഇവരെയൊക്കെ ആരെങ്കിലും ഹേർട്ട് ചെയ്യോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാനങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ഡയറക്റ്റ്ലി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളല്ല. അപ്പം എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന മനുഷ്യത്വമായിരിക്കും എൻ്റെ പൊളിറ്റിക്സിൻ്റെ. അത് ആൾക്കാരെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഞാൻ ചെയ്യുന്ന കഥാപാത്രം മനുഷ്യത്വം ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾ തോറ്റുപോകണം. അതാണ് എൻ്റെ ഒരു ചിന്ത. തെറ്റായിട്ടുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമ ചെയ്യുന്നു, തെറ്റായിട്ടൊരു ആശയത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആയി കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാം. അത് ഞാൻ പേടിക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ അത്ര തെറ്റല്ലാത്ത പറയപ്പെടേണ്ടതെന്ന് തോന്നുന്ന സിനിമകളുടെ ഭാഗമാകുമ്പോൾ ഞാൻ അങ്ങനെ കുറേ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അതിൽ ഒഫൻഡഡ് ആവുന്നവർ എനിക്കൊന്നും പറയാനില്ല അവരോട്. അവരുടെ തന്നെ അവരുടെ തീരുമാനത്തിന് വിധേയമാകും. അല്ലാതെ ഞാൻ എന്താ പറയാ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നമ്മുടെ മൊത്തത്തിൽ ഞാനൊക്കെ ജനിച്ച് വളർന്ന ആ ഒരു സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ഭയങ്കര സെൻസിറ്റീവാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് ശരിയെന്ന് തിരക്കഥയിലെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ വല്ല ഇപ്പൊ വന്നാലുള്ള അവസ്ഥ അതായത് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസിലാണ് ഈ പ്രശ്നം. ഈ ആകാശദൂതും സതയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര മെലോഡ്രാമ എന്നിട്ടുള്ള സാധനം വരും. നന്മ ക്രിഞ്ചായി കാലഘട്ടത്തിന്റെ മാറ്റമാണ്. നമുക്കത് റിവേഴ്സബിൾ ആയിട്ടുള്ള മാറ്റമല്ല. നമ്മളത് അങ്ങനെ മാറാൻ പറ്റില്ല. കാലഘട്ടം അങ്ങനെ മനുഷ്യനും മറ്റേ നമ്മളുടെ മൊറാലിറ്റി മാറാൻ പാടില്ല, നമ്മുടെ സമൂഹം മാറാൻ പാടില്ല, അടുത്ത ജനറേഷൻ ഭയങ്കര അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കണം. അത് ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ നമ്മൾ ഇത് എന്തെങ്കിലും എൻ്റെ പഴയ വസന്തം തിരിച്ചു വരും എന്ന് അങ്ങനെ ഒഴുക്കിനൊപ്പം നീന്തുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ക്രിഞ്ചാണ്. ഇപ്പോൾ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹമുണ്ട് എങ്ങനെ കാണിക്കും? എല്ലാം ഷോർട്ട് ആൻഡ് സിമ്പിൾ ആണ്. എല്ലാം ഇപ്പൊ ഉള്ളിടത്താണ് നിങ്ങൾ ഈ സിനിമ ഇറക്കുന്നത്. പണ്ടിപ്പോ ഒരു വരിയിൽ ഈ പറഞ്ഞ് തീർക്കായിരുന്നു, എനിക്ക് നിന്നോട് സ്നേഹമാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, അതുകൊണ്ട് ഞാൻ കുറെ നാളായിട്ട് പീരിയഡ് പടങ്ങളാണ് ചെയ്തത്. പഴയ കാര്യം പറഞ്ഞാൽ പേടിയുണ്ടായിരുന്ന ഏരിയ അതായിരുന്നു. ഇപ്പൊ പുതിയ ജെൻസി എന്ന് വിളിക്കുന്ന കുട്ടികൾ രാഷ്ട്രീയരാണ്, അവർ പൊളിറ്റിക്കലി അവരത്ര അപ്ഡേറ്റഡ് അല്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനോട് ഒരു തരത്തിൽ യോജിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു ഇക്വേഷൻസ് പ്രീവിയസ് ഇറങ്ങിയ സിനിമകൾക്ക് ജെൻസി അങ്ങനെ ഉണ്ടായിരുന്നില്ല. നന്നായി ഓടിയെങ്കിൽ പോലും ആ ജെൻസി ഗ്രൂപ്പിനെ ഇതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് ഇപ്പോൾ എക്സാമ്പിൾ സനീഷ് ഇളയെടുത്ത്, മാധ്യമം പറഞ്ഞ സനീഷേട്ടൻ്റെ മകൻ രാമു ഈ സിനിമ കണ്ടിട്ട് ഭയങ്കരമായി ഇമോഷണലായി കണക്റ്റായി. സനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മൾക്കുണ്ടായിരുന്ന ആ ആശങ്കയെ പൊളിക്കുന്ന തരത്തിലാണ് കുട്ടികൾ. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മളൊരു തെറ്റിദ്ധാരണയാണ്, അടുത്ത ജനറേഷൻ നമ്മളുടെ അത്രയ്ക്കും രാഷ്ട്രീയമായിട്ടോ ഇതിലൊന്നും സീരിയസ്നെസ് ഇല്ല എന്നൊക്കെ. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലെല്ലാം ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയമുണ്ട്, പ്രണയമുണ്ട്, സൗഹൃദമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെപ്പോഴും അവരുടെ സൗഹൃദങ്ങളും അവരുടെ പ്രണയങ്ങളും അവരുടെ രാഷ്ട്രീയമൊക്കെ നമ്മളുടേതുമായിട്ട് തട്ടിച്ച് നോക്കുന്നുണ്ടാണ് പ്രശ്നം. അതായത് നമ്മളുടെ മുമ്പത്തെ ജനറേഷൻ നമ്മളുടെ മുമ്പത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ 90s കിഡ്സ് തന്തവൈബായി തുടങ്ങി. ഞാൻ പറയണത് നമ്മളുടെ മുമ്പത്തെ ജനറേഷൻ നമ്മളെ പറ്റി ഇത് തന്നെയായിരിക്കും ശോഷണം എന്നായിരിക്കും നമ്മളെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവാ. ഇത് തന്നെ ഈ ജൻസി പിള്ളേര് വലുതാവുമ്പോ അടുത്ത ആൽപ്പനൊക്കെ എന്ന് പറയുന്നത് കാര്യമില്ല. അതൊരു നമ്മളത് തിരിച്ചറിയുക, അതിനനുസരിച്ച് പെരുമാറുക, അത്രേ ഉള്ളൂ. ടോബി ചെയ്ത ഫിസിക്കലി എക്സേർട്ട് ചെയ്ത സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ബി റോളിലോ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് വീഡിയോസിലൊക്കെ. അത് പിന്നെ എനിക്ക് പേഴ്സണലി അറിയാം ഇടുന്ന എഫേർട്ട്. അന്ന് കാല് മുറിഞ്ഞ ഫോട്ടോ ഒക്കെ അയച്ചെന്നില്ല ഫൈറ്റിനിടയ്ക്ക്. അത് ഫൈറ്റ് അല്ലായിരുന്നു.
അത് ഫൈറ്റ് അല്ലായിരുന്നല്ലേ? സീൻ അതെ അതെ ഒരു സീനായിരുന്നു. അതെ അതെ സീൻ ബാക്കിലിരിക്കുന്ന അക്വേറിയം വലിയ അക്കുറം അതെ 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 കൈകുത്തി ജമ്പ് ചെയ്തുകൊണ്ട് കാലിനെ കൊണ്ടു. കാല് മുറിഞ്ഞ് താഴെ മുറിഞ്ഞ വകയല്ല. അല്ലെങ്കിൽ നടുവിന് കിട്ടിയാണ് പണി. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഭയങ്കര സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യേണ്ട ക്യാരക്ടർ, എവിടെയെങ്കിലും ചെറുതായിട്ട് മീറ്റർ മിസ്സായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ക്രിഞ്ച് അടിക്കുന്ന സ്ഥലം, ഇത് മെൻ്റലി എങ്ങനെ പ്രിപ്പയർ ഈ ഫേസസ് ചെയ്യാൻ? ഈ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ചകൾ തന്നെ, ഞാനും അനുരാജും അഭിനവും തമ്മിൽ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും. ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ, ഇപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഇമോഷനും കൂടെ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവൻ്റെ അച്ഛൻ സിനിമയിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. അതായത് ഇവൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറേ ഭൂമി പാട്ടത്തിൻ്റെ എടുത്തിട്ട് കൃഷി ചെയ്തിട്ട് അത് വർക്കാവണ ഇപ്പോൾ ഫ്യൂരിഡാൻ അടിച്ച് മരിച്ചു ഒരാളാണ്. അതവൻ്റെ ഈ ജനറേഷൻ ഇവൻ്റെ ഉള്ളിലെ ട്രോമ ഇവൻ അതായി മാറുമെന്നുള്ളതാണ് മറ്റേ ഏറ്റവും വലിയ പേടി. ഒരു പോയിന്റിൽ ഇവൻ, അതായത് ഈ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്, അപ്പോൾ ഇവനും ആത്മഹത്യയിലേക്ക് എത്തുമോ എന്നുള്ളൊരു പേടി ഇവൻ്റെ സ്വാഭാവികമായിട്ടുണ്ട്. കാര്യം ഇവൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ കാമുകിയുടെ അടുത്ത് അവൻ ഒരു പോയിന്റിൽ പറയട്ടെ എത്ര കാലം ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം, ഈ പെയിനുമായി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം. ഞാൻ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ആ സമയത്ത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വരിയിൽ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ള ഈ കഥാപാത്രത്തിൻ്റെ വികാരം നമ്മൾ ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തതാണ് കറക്റ്റ് എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ചെയ്തു നോക്കിയത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കുന്നു. അതിന് ഇവർക്ക് എനിക്ക് വാലിഡേഷൻ കിട്ടുന്ന ആരാ? എൻ്റെ ഡയറക്ടർ, എൻ്റെ റൈറ്റർ, ഈ കഥാപാത്രം എഴുതിയ, ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്ത ഇവർ രണ്ടുപേരാണ്. ഇവരുടെ കണ്ണിൽ അത് ഓക്കെയാണ്, എൻ്റെ പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരുടെ വാലിഡേഷനാണ് വേണ്ടത്? ആസ് എൻ ആക്ടർ എനിക്ക് വേണ്ട വാലിഡേഷൻ ഇവർ രണ്ടുപേരാണ് എല്ലാ സിനിമയിലും. ഒരു സിനിമ ഇൻസ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാനും പറ്റും. അതൊരു തിൻ ലൈനാണ്. അത് എങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനാണ് ഒരു ആക്ടറും ഡയറക്ടറും നോക്കുക? അത് പ്രധാനമായിട്ടും ഡയറക്ടർ തന്നെയാണത്, ഡയറക്ടറിന്റെ കയ്യിൽ തന്നെയാണത്. കഥയെ അടിസ്ഥാനപ്പെടുത്തി നമ്മളത് ടോട്ടാലിറ്റി. ഇപ്പൊ ഇതിലെ ഞാൻ പറഞ്ഞാൽ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് ഇൻസ്പിറേഷനും ആവാം, അതേപോലെ ഇൻറ്റിമിഡേഷനും ആവാം. ഞാൻ പോയി എന്നാൽ ശരിയാക്കും, അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫുൾഫില്ലിംഗ് ആയിട്ട് ഇറങ്ങി വരും. രണ്ട് സാധനമുണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര തിൻ ലൈനാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മറ്റേ പപ്പുചേട്ടൻ പറഞ്ഞ പോലെ വീഴും, ചടപട വീഴും. ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നേരത്തെ ടോയി പറഞ്ഞ പ്രീ പ്ലാനിൽ ഇത് വർക്കാവില്ല. ഇതൊരു ടോട്ടൽ ഓർഗാനിക് പ്രൊസീജിയറാണ്. അത് സിനിമ തുടങ്ങി ഫസ്റ്റ് സീൻ മുതൽ. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറങ്ങി കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അതെ, അത് ശരിക്കും ഇറങ്ങുന്നതിന് മുമ്പുള്ള ഊഹങ്ങളാണ്. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ സിനിമയ്ക്കാണ് എനിക്ക് തോന്നുന്നു പ്രിവ്യൂ ഷോസ്, ഇത്രമാത്രം പ്രിവ്യൂ ഷോസ് വെച്ച ഈ സിനിമ വെച്ചാൽ ഇതിൻ്റെ PR ടീം, അപ്പം വൈശാഖും ജിനു ഈ സിനിമ കണ്ടിട്ട് രാത്രി 3 മണിക്ക്, അന്നേരം ഞാൻ ജെയ്ക്സും രംഗേട്ടനും കൂടി അവിടെ ലാൽവീട്ടിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 3 മണിക്ക് തന്നെ വൈശാഖ് വിളിക്കുകയാണ്, തൊട്ടടുത്ത് ടിൻഡ് കളർ ഗ്രേഡ് സ്റ്റുഡിയോ, അവിടത്തേക്ക് വിളിച്ച് എനിക്ക് നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കണം മനുഷ്യ അതുകൊണ്ട് വിളിച്ച് അവർ കരയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ടോയ്ക്ക് അയച്ചു കൊടുത്തു, പുറത്ത് കാണിച്ചു വെച്ചാൽ അവിടെയാണ് എൻ്റെ ഫസ്റ്റ്, ഇപ്പം ടോബി പറഞ്ഞ പോലെ ഫസ്റ്റ് വാലിഡേഷൻ. എന്താ വെച്ചാൽ സിനിമയ്ക്ക് PR വർക്ക് ചെയ്യാൻ വന്ന 2 ഗടാഗടിയമായ ഒരു മനുഷ്യൻ, ഇതിന്റെ മീശക്കുള്ള ഒരാള് കെട്ടിപ്പിടിച്ച് കരയാന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ മിസ്റ്റേക്ക് ഉണ്ടോ, മണപ്പിച്ചു. അപ്പൊ അവിടെ തുടങ്ങുകയാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പോൾ ഇത് ചിലപ്പോൾ അവർക്ക് അപ്പോഴും ഞാൻ എന്നോട് പറയുന്നത് എന്താ പറയുക, ഞാൻ ടോക്കെടുത്ത് പറഞ്ഞു അത് അവർ 2 പേർക്കും വർക്കായി. 1000 പേരിൽ 2 പേരാണ് അവർ. പൊളിറ്റിക്കലി ഇതേപോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ മേക്കേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ എന്താണ്? പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ എല്ലാ പടത്തിലും ഈ പഞ്ചാന്തരം കഥ പോലെ അവസാനം ഒരു മോറൽ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഗുഡ് എൻഡിങ് വേണമെന്നും പറയാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മളുടെ ഇതുപോലെ. പക്ഷേ നമ്മളൊരു ആശയം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ആശയമാവരുത് എന്ന് ശ്രദ്ധിക്കണം. അതായത് അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയമാണിത്. നമ്മളുടെ വേർഷൻ ഓഫ് ഒരു കാര്യം പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് പ്രൊപ്പഗണ്ട സിനിമകളോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഒരു ആശയം ക്യാപ്സ്യൂൾ പരുവത്തിൽ വായിലേക്ക് തള്ളി കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ, അത് വിഴുങ്ങാനും പറയുന്നു എന്നുള്ളതാണ് ഈ പ്രൊപ്പഗണ്ട സിനിമകളോടുള്ള എൻ്റെ. അല്ലാണ്ട് അതിനകത്തുള്ള ഫിലിം മേക്കിംഗ് നല്ലതാണെങ്കിൽ ആസ്വദിക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സിനിമയിൽ നമ്മളിങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആശയം പറയുന്നുണ്ടെങ്കിൽ അത് പരമാവധി നിഷ്പക്ഷവും അതായത് സത്യസന്ധവുമായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഒരു ഫിക്ഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം സത്യസന്ധനാകാൻ പറ്റും ഡയറക്ടർ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഫിക്ഷൻ ആണെങ്കിൽ പോലും, ഇപ്പം ഫിക്ഷൻ എന്ന് നമ്മൾ പറയുന്ന പോലും തെറ്റായ ആശയം
കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. സിനിമകളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സമീപ ഭാവിയിൽ നോർത്തിൽ നിന്ന് വന്ന ചില സിനിമകൾ കൃത്യമായി ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത സിനിമകളാണ്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട്, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടോ ടൊവിയെ സംബന്ധിച്ചിട്ടോ ഇതിൻ്റെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിട്ടോ നാളെ ഇലക്ഷൻ നിൽക്കാൻ പോകുന്ന ആൾക്കാരല്ല നമ്മൾക്ക് അങ്ങനെ ഒരു വിദൂര ഭാവിയിൽ പോലും അങ്ങനെ ഒരു സാധനമില്ല. എന്നാൽ നമ്മളിൽ പറയുന്ന നന്മ എന്ന് പറയുന്നത് ആദിവാസികൾക്ക് നീതി കിട്ടിയിട്ടില്ല. കാലങ്ങളായി സമരം ചെയ്യുകയാണ്. ഇപ്പോഴും അവർ കാട്ടിനകത്ത് തന്നെ മൃഗങ്ങളെ പോലെ താമസിക്കുകയാണ്. കാരണം ആർള ഫാമിലിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ കാണുന്നതാണ്. ആന ചവിട്ടി കൊല്ലുന്ന ദമ്പതികൾ, കുഞ്ഞുങ്ങൾക്ക് ആ പോഷകാഹാരമില്ലാതെ ഇപ്പോഴും വലയുന്ന കുട്ടികൾ, ഇത് അറിയുന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോറൽ ഓഫ് ദി സ്റ്റോറി ഈ സിനിമയുടെ. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ആ ഡിസ്കഷനിലേക്ക് എത്തി എന്നുള്ളത് ഈ സിനിമയുടെ മറ്റൊരു തരത്തിലുള്ള വിജയമാണ്. അത് നമ്മളെ പരിപാടി സത്യസന്ധമായതുകൊണ്ടാണ്. മറ്റേത് ഈസിയാണ് ചേട്ടാ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ഒരു വ്യക്തിയെ ഒക്കെ ഇതിലേക്ക് വലിച്ച് നമുക്ക് 4 ഷോട്ട് എടുത്താൽ മതി. നമുക്ക് പ്രൊപ്പഗാൻഡ സിനിമകൾ ചെയ്യുന്നവർ തന്നെ പരമാവധി അത് അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത് ആസ്വദിക്കുകയും ചെയ്യാം. നമ്മൾ കണ്ടിട്ടുള്ള പല ഹോളിവുഡ് സിനിമകളിലും നല്ല പ്രൊപ്പഗാൻഡ സിനിമകളാണ്. അതിന്റെ ഫിലിം മേക്കിംഗ് ഒക്കെ ടൊവി തന്നെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിന്റെ ക്ലൈമാക്സ് ഹിറ്റ്ലറെ കൊല്ലുന്ന തരത്തിലുള്ള കോൺസെപ്റ്റാണ്. ഹിറ്റ്ലറെ കൊല്ലാൻ ആഗ്രഹമുള്ള ഒരു ഫിലിം മേക്കറാണ് പറയുന്നത്. കുറച്ചധികം ഹോളിവുഡ് സിനിമ കണ്ടു കഴിഞ്ഞാൽ വിയറ്റ്നാംവാർ അമേരിക്ക ജയിച്ചു എന്നല്ലേ തോന്നുള്ളൂ. ഈ സിനിമ ഇറങ്ങിയ ശേഷം ഈ ആദിവാസികളോടുള്ള മനോഭാവം അല്ലെങ്കിൽ ഈ ഇഷ്യൂവിനോടുള്ള മനോഭാവം ജനങ്ങളിൽ മാറും എന്നൊരു ശുഭാപ്തി സിനിമ കൊണ്ടൊന്നും അതൊന്നും മാറുന്നില്ല. പക്ഷെ ഇതിന് കുറേ ബിൽഡിംഗ് പണിയുന്നാലും ഒരു കല്ലാവാൻ പറ്റുമെങ്കിൽ എനിക്ക് അറിയാത്ത പല കാര്യങ്ങളും ഞാൻ ഇൻഫർമേഷൻസും എനിക്ക് ചുറ്റുപാടിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ ഒരു ഇൻഫർമേഷൻ ഇതിൽ നിന്ന് നമ്മൾ ഫിക്ഷനാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശയം സത്യസന്ധമാണ്. എല്ലാവർക്കും അവർക്ക് അവകാശപ്പെട്ട ഭൂമി കിട്ടണം. അത് ഇന്ന ഇൻസിഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് നടന്ന പോലെയാണ് ഇവിടെ സംഭവിച്ചതെന്നോ നമ്മൾ അവകാശപ്പെടുന്നില്ല. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അത് സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട്, പട്ടിണിയില്ലാതെ ജീവിക്കാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ആ ആശയം നമ്മുടെ ഉള്ളിലൊക്കെ അതാണ് ശരി എന്നുള്ള തോന്നലുണ്ടായിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളും നമ്മൾ കേട്ട പാട്ടുകളും നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ കേട്ട പ്രഭാഷണങ്ങളിൽ നിന്നും ഒക്കെ തന്നെയാണ് നമുക്ക് നമ്മളുടെ വേ ഓഫ് തിങ്കിങ് ഉണ്ടായിരിക്കുന്നത്. ശൂന്യതയിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളുടേതായിട്ട് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതാണല്ലോ. അതുപോലത്തെ ഒരു ഗുഡ് ഇൻഫർമേഷനായിട്ട് ഈ സിനിമ നിൽക്കുമെന്ന് തോന്നുന്നു. ഈ യാത്രകളുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞല്ലോ 100 രാജ്യങ്ങളാണല്ലോ ലക്ഷ്യം അല്ലേ? ഇപ്പം എത്ര? 100 നമുക്ക് ഇത് മൊത്തം രാജ്യമുണ്ട്. മൊത്തം UN അംഗീകരിച്ചിട്ടുള്ള 195 ആണ്. ഇതല്ലാതെ ഇപ്പോഴും സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ലാത്ത വേറെ രാജ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ ചോദിച്ചത് ഇത്രയും രാജ്യങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസസ്, കൾച്ചേഴ്സ് എല്ലാം കാണുന്നത് ഒരു നടൻ നിലയിൽ സഹായകരമായിട്ടുണ്ടോ? ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നല്ല സഹായകരമായിട്ടുണ്ട്. ടൊവി മറ്റുള്ളവർ വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് മറ്റുള്ളവർ പോകുന്ന പോലെ ഓടിപ്പോയി റഷ്യ പോയി തൊട്ടിട്ട് വരിക, തൊട്ടേ നമ്മൾ തിരിച്ചു വരികയല്ല. അവൻ അവിടുത്തെ കൾച്ചറിനെ മനസ്സിലാക്കുന്നു, അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നു, അങ്ങനെയാണ് റീച്ച് ചെയ്യുന്നത്. അതിന് കുറേയൊക്കെ സബ് കോൺഷ്യസ്ലി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, വെറുതെ ബസ്സിലോ ട്രെയിനിലോ ഇരിക്കുന്നു അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വെറുതെ നോക്കിയിരിക്കാം അല്ലേ. അത് നമ്മൾ മനഃപൂർവ്വം എഴുതി വെച്ച് പിക്കുകയാണെന്ന് പോലും ഇല്ല. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ചെയ്യുമായിരിക്കും. പിന്നെ ഇവിടെ എനിക്ക് അങ്ങനെ ചുറ്റുപാടുകളിൽ അങ്ങനെ ഇറങ്ങി നിന്ന് വെറുതെ ആൾക്കാരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കൂടുതൽ എന്താണ് നോക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വെച്ചാൽ നടൻ എന്നുള്ള നിലയിലേക്കുള്ളതിനേക്കാളും ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുകയാണ്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മൾ പല കഥകളും കേൾക്കുമ്പോൾ നമ്മൾ പുറം ലോകത്ത് എത്തുന്ന കഥകളായിരിക്കണം എന്നില്ല ആ രാജ്യത്തെ കഥകൾ. ആ രാജ്യത്തിനെ പറ്റിയിട്ട് നമുക്ക് പുറത്തുനിന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ആഫ്രിക്ക നമ്മൾ പുറത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് വെച്ചാൽ ഒരു വരണ്ട ഭൂമിയിൽ ഒരു ജിറാഫൊക്കെ സൈഡിൽ, അതും വയ്യാത്തൊരു ജിറാഫ്, ഒരു പട്ടിണി കിടന്ന കുട്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നിൽക്കുന്ന ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ഇതേ അല്ല ആഫ്രിക്ക. പച്ചപ്പും ഹരിതാപം എല്ലായിടത്തും ഉണ്ടല്ലോ പല പല സ്ഥലങ്ങൾ. അപ്പൊ നമുക്ക് ഈ യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് നേരിട്ട് ചെന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സെയിന്റ് അഗസ്റ്റിൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടുണ്ട്, നമ്മൾ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ യാത്ര ചെയ്യാത്തവർ ഒറ്റ പേജേ വായിക്കുന്നുള്ളൂ എന്ന്. ഇനി യാത്ര എവിടെ പോയാലും മതി എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്ന നമ്മളുടെ മാത്രമല്ല യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കംഫർട്ട് പ്ലേസിൽ നിന്ന് പുറത്തേക്ക് പോവാം. അപ്പൊ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പുതിയ സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ
നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാണ് അത് അനുഭവിക്കുന്നത്. അത് ഞങ്ങളുടെ ഇടയിലുള്ള ബോണ്ടിങ് ഭയങ്കരമായിട്ട്, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് നേരിടുന്നത്. അത് ഞങ്ങളുടെ ഇടയിൽ അത് ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. പിന്നെ പണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, പണ്ടൊക്കെ ട്രാവൽ ചെയ്യല്ലേ നമ്മളിവിടെ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ഫോട്ടോ വെച്ച് വരുമ്പോൾ തന്നെ ഇവിടെ ടൂറിസ്റ്റ് സായിപ്പിനെ കാണുമ്പോൾ ഞാനും ചേട്ടനത് നമ്മളങ്ങനെ ഇന്നത്തെ സാഹചര്യമല്ല. തൃശ്ശൂർ സായിപ്പൊന്നും വരുന്നതല്ല, കലാമണ്ഡലത്തിലൊന്നും ഞങ്ങൾ പോയിട്ടുമില്ല. അവിടെയൊക്കെ ആയിരിക്കും സായിപ്പും മദാമയൊക്കെ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വേറെ നാഷണാലിറ്റിയിലെ ആളെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൗതുകവും, ഇവരോട് അടുത്തേക്കൊന്നും പോകില്ല, ഇവരോട് എന്താ സംസാരിക്കണം നമുക്കറിയില്ല. അതിപ്പോ എൻ്റെ മക്കളുടെ കാര്യത്തിൽ അതൊക്കെ മാറി. അവർക്ക് ഇതൊരാള് അതൊരാള് അത് മറ്റൊരു മനുഷ്യൻ എന്നുള്ള അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാലക്രമേണ നമ്മളെല്ലാവരും ഗ്ലോബൽ സിറ്റിസൺസ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ഒരാളുടെ വർണ്ണമോ രാജ്യമോ അല്ലെങ്കിൽ അയാളുടെ ജാതിയോ മതമോ ഒന്നും ബാധകമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരണമല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ജീവിക്കാതെ ഒന്നും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് ബെറ്റർ ആവുന്നുണ്ട്. എൻ്റെ പെർസ്പെക്റ്റീവ് കുറച്ചും കൂടെ ബ്രോഡർ ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ നന്ദി. വീണ്ടും ഗംഭീര സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.